ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം കസിൻ്റെ ഒരു മോമോസിൻ്റെ ഷോപ്പിലേക്കാണ്. മോമോ ടമ്മി എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞാനും അനിയനും പിന്നെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോയത്. ഈ മോമോസ് ഉണ്ടാക്കുന്ന ഇവനാണ് നമ്മുടെ കസിൻ, റിയാസ് എന്നാണ് പേര്. തൊട്ടപ്പുറത്തിരിക്കുന്നവൻ്റെ കൂട്ടുകാരനാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ കട തുടങ്ങിയിരിക്കുന്നത്. കട തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായി, പക്ഷെ നമുക്കിപ്പോഴാണ് പോകാൻ പറ്റിയത്. ഈ ഷോപ്പ് കറക്റ്റ് ലൊക്കേഷൻ തന്നെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ട്, അതിൻ്റെ ബാക്ക് സൈഡ് ലാൻഡിങ് ഒക്കെ കാണാൻ വേണ്ടി ഒരു സ്ട്രീറ്റ് പോലൊരു റോഡ് പോകുന്നുണ്ട്, കനാലിൻ്റെ സൈഡിൽ കൂടെ. അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് വരുന്ന കടകളുണ്ട്. അതിൻ്റെ ഏറ്റവും എൻഡിൽ കാണുന്ന ഷോപ്പാണ് ഇവർ. 3 വെറൈറ്റി ടൈപ്പ് മോമോസാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സ്റ്റീംഡ്, പിന്നെ ഫ്രൈഡ്, പിന്നെ ഷെസ്വാൻ. അത് 3ലും ചിക്കനിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 ടൈപ്പ് ഓർഡർ ചെയ്തു. ഞാൻ സ്റ്റീംഡാണ് ഓർഡർ ചെയ്തത്, അനിയൻ ഫ്രൈഡും കൂട്ടുകാരൻ ഷെസ്വാൻ ഓർഡർ ചെയ്തു. ഫുഡ് റെഡി ആകാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, കാരണം ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കണമല്ലോ. ഷെസ്വാൻ മോമോസ് ഉണ്ടാക്കുമ്പോൾ അവരൊരു സോസ് ഒഴിച്ചു. ആ സോസിൻ്റെ മണം മതി കടയിലേക്ക് കയറാൻ, അത്രയും അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഇവരിത് ഇൻഹൗസ് ചെയ്യണ സോസാന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നതിന് ശേഷം മോമോസ് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോവുകയാണ്. കസിൻ്റെ കടയുണ്ട് പറയലേട്ടാ, മോമോസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. 3 ടൈപ്പും ഒന്നിനൊന്ന് മെച്ചം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അത് സ്റ്റീംഡ് മോമോസാണ് കേട്ടോ, അതൊരു രക്ഷയില്ല. പിന്നെ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വൈബ് അടിച്ചിരിക്കാൻ നല്ല രസമാണ്. ഇടയ്ക്കിടയ്ക്ക് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതും പൊങ്ങുന്നതൊക്കെ കാണാൻ ഭയങ്കര രസം തന്നെയാണ്. ഞങ്ങൾ കഴിച്ചുകൂടിയും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് അവനോട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ അവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തൊട്ടപ്പുറത്ത് ഒരു ജ്യൂസ് കട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി. ഞാനൊരു ഷമാമ ജ്യൂസും കൂട്ടുകാരനൊരു പൈനാപ്പിൾ ജ്യൂസും പിന്നെ അനിയൻ ഒരു ഓറിയോ ഷേക്കുമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ കടയുടെ 2ാം നിലയിലാണ് കയറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എയർപോർട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ കുറച്ച് സമയം കളയും. അപ്പോഴേക്കും ഇത് അടുത്ത പ്ലെയിൻ പോകാനുള്ള സമയമായി. പിന്നെ അത് കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ബില്ലും കൊടുത്ത് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കസിനോട് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിലേക്ക്.